നമസ്കാരം. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ ട്രയൽ റൺ 5ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ കുറ്റാലത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറ്റാലത്ത് നിന്ന് പുനലൂർ കോന്നി വഴി പത്തനംതിട്ടയിൽ വന്ന് പത്തനംതിട്ടയിൽ സ്റ്റേ ചെയ്തു. ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഗവി വണ്ടിപ്പെരിയാർ വഴി തേക്കടി റൂട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഗവിയിലേക്ക് പ്രവേശിച്ചത് ആങ്ങമൂഴിയിൽ നിന്നാണ്. വള്ളക്കടവിൽ നിന്ന് പ്രവേശിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ മറുദിശയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്കെതിരെ വാഹനങ്ങളൊന്നും വരുന്നത് ഞങ്ങൾ തീരെ കണ്ടിരുന്നില്ല. പിന്നീട് അത് മനസ്സിലായത് ആങ്ങമൂഴിയിൽ നിന്ന് ഗവിയിലേക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ച് ഗവിയിൽ നിന്ന് ആങ്ങമൂഴിയിലേക്ക് പോകാൻ പറ്റില്ല. ഗവി വഴി എപ്പോഴും കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ചിന്ത എപ്പോഴും ശ്രീലങ്കൻ അഭയാർത്ഥികളെക്കുറിച്ചാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വന്നവർ ഒരുപാട് പേര് ഇവിടുത്തെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയുണ്ടായി. അവരുടെ ആ സർവീസ് കഴിഞ്ഞ് അവരുടെ പ്രായം കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു പോകണം, ആ ലയങ്ങളിൽ ഇവർക്ക് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം തുടങ്ങുകയുണ്ടായി. അതിൻ്റെ പേരിൽ ചില സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉള്ളതായിട്ട് 2016 വായിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എന്തായി എന്ന് ഈ കാലത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അവർ മക്കൾ പഠിച്ച് അവിടെ ഇവിടെയൊക്കെ ജോലിയായിട്ട് പോയ ആൾക്കാർ കുറച്ച് പേര് അവരുടെ കൂടെ അങ്ങ് പോയി, കുറച്ച് പേര് തമിഴ്നാട്ടിലേക്ക് പോയി, മറ്റു ചിലർ ഇവിടെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗവിയിലേക്ക് 2 ഭാഗത്തു നിന്ന് കടന്നു വരാം. ആങ്ങമൂഴിയിലൂടെയും വരാം, വള്ളക്കടവിലും കൂടെയും വരാം. ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുള്ളത് വള്ളക്കടവിലൂടെയാണ്. പക്ഷെ കൂടുതൽ പ്രകൃതി സൗന്ദര്യമുള്ളത് എനിക്ക് തോന്നുന്നത് ആങ്ങമൂഴി കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഇത് 35 കിലോമീറ്റർ ഉണ്ട് ആങ്ങമൂഴിയിലൂടെ ആനത്തോട് വരെയുള്ള ദൂരം. അത് 2.5 മണിക്കൂർ മുമ്പ് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടന്നിരിക്കണം എന്നാണ് ചെക്ക് പോസ്റ്റുകളിൽ നമ്മളോട് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 പ്രാവശ്യം ഗവിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വണ്ടിപ്പെരിയാർ സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓൺലൈനിൽ പാസ് എടുക്കാൻ പറ്റും. ആ പാസ് ആങ്ങാമൂഴി എന്ന് പറയുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വന്നിട്ട് ഫിസിക്കൽ പാസ്സാക്കി മാറ്റി അതുമായിട്ട് അൺറിക്കോർഡ് ചെക്ക് പോസ്റ്റിൽ വന്ന് അവിടെ വന്ന് നമ്മളുടെ മൊബൈൽ ഫോൺസ്, നമ്മളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതിൻ്റെ എല്ലാം എണ്ണം ആ പാസിൽ അവർ രേഖപ്പെടുത്തും. അത് അപ്പുറത്ത് തിരിച്ചിറങ്ങുമ്പോൾ അത്രയും എണ്ണം നമ്മളെ കയ്യിലുണ്ടാവണം. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളത് കാട്ടിലെറിഞ്ഞ് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ബോട്ടിലിനും വളരെ കനത്ത പിഴ ഈടാക്കുന്നുണ്ട്. 500 രൂപയോ മറ്റാണ് ഒരു ബോട്ടിലിന് ഈടാക്കുന്നത്. വളരെ നല്ലൊരു സമ്പ്രദായമാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഗവിയിൽ ചിലയിടത്തെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ബാഗുകളും ഒക്കെ കാണാൻ കഴിയും. ഞങ്ങൾ തന്നെ ഒരുപാടെണ്ണം വഴിയിൽ നിന്ന് പെറുക്കിയെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ നിബന്ധനകൾ കുറേ കൂടി കർശനമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവരുമ്പോൾ ഓരോ കുപ്പിക്കും ഒരു നിശ്ചിത തുക തീരുമാനിച്ച് അത്രയും തുക വാങ്ങിവെച്ച് പുറത്ത് കിടക്കുമ്പോൾ മാത്രം ആ തുക തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകണം. തേനെടുക്കുന്നത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ളത് തേനെടുക്കുന്നത് ഒന്നുകിൽ മരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന തേൻകൂടുകളിൽ നിന്നൊക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഗവിയിൽ കാണാൻ ഇടയായ ഒരു കാഴ്ച, കല്ലുകൾക്കിടയിൽ പിടിച്ചിരിക്കുന്ന തേൻകൂടുകൾ കുറച്ച് ആദിവാസി യുവാക്കൾ ചേർന്ന്
എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിച്ചത്. അത് ഇളക്കിയെടുക്കുന്ന പയ്യൻ്റെ മേലാകെ ഈച്ച ആർത്തുകൊണ്ടിരിക്കുകയാണ്. ഗവിയിലേക്ക് കടന്നാൽ പിന്നെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉച്ചഭക്ഷണം മിക്കവാറും ആൾക്കാർ പൊതിഞ്ഞു കൊണ്ടുവരികയോ മറ്റെന്തെങ്കിലും ഏർപ്പാട് ചെയ്യുകയോ ആണ് പതിവ്. ഞങ്ങളോടും ഇത് പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ബണ്ണും കുറച്ച് പഴവും കയ്യിൽ കരുതുകയാണ് ചെയ്തത്. അകത്തേക്ക് കടന്നപ്പോൾ ഫോറസ്റ്റ് ഗാർഡിൽ ഒരാൾ പറഞ്ഞു, KSEBയുടെ ക്യാൻറ്റീനിൽ 1 മണിക്ക് എത്താൻ പറ്റിയാൽ ഊണ് കിട്ടും എന്ന് പറഞ്ഞു. സാധാരണ അവിടെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഊണ് കിട്ടുള്ളൂ, പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഊണ് കിട്ടി. ഡാമിലെ മീൻ വറുത്തതും കറി വെച്ചതും എല്ലാം ചേർത്ത് ഗംഭീര ഊണ് 100 രൂപയ്ക്ക്. വളയിട്ട കൈ കൊണ്ട് തന്നെയായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണവും. ഞങ്ങളൊരു പോയിന്റിൽ നിർത്തി, ഇപ്പോൾ ഈ പോയിന്റിൽ നിർത്തിയിട്ട് കുറച്ച് സീനെല്ലാം എടുക്കുന്ന സമയത്ത് കണ്ടത് ഇവിടെ ഒരു ബോട്ടിൽ കിടക്കുന്നുണ്ട്. ഇത്രയൊക്കെ നിഷ്കർഷ ഉണ്ടായിട്ടും ആൾക്കാർ ബോട്ടിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ എറിഞ്ഞ് കളഞ്ഞു പോകുന്നതിൽ ഒരു കുറവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ 2 സന്ദേശങ്ങളിൽ ഒന്ന് വനവൽക്കരണവും രണ്ടാമത്തേത് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുമാണ്. ഗവി പോലുള്ളൊരു സ്ഥലത്ത്, ഇത് രണ്ടും പ്രസക്തമായ ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും എത്രയൊക്കെ നിഷ്കർഷയുണ്ടായിട്ടും മാലിന്യങ്ങൾ കാണാൻ സാധിക്കും. കുറേ ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാനുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. എന്നെങ്കിലും ഒരു കാലത്ത് അവർക്ക് ബോധം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് മനസ്സിലുള്ളവർ, ഈ മാലിന്യത്തിനെതിരായി പ്രവർത്തിക്കണമെന്നുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം സ്ഥലങ്ങളിൽ ഈ മാലിന്യം കാണുമ്പോൾ അതെടുത്തു കൊണ്ടുവന്ന് പുറത്ത് കളയുകയാണ് വേണ്ടത്. ഇപ്പോൾ ഗവിയിൽ പലയിടത്തും കണ്ട സാധനങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോന്നു. അത് വള്ളക്കടവിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് അവിടെ മാറ്റി വെച്ചേക്കൂ, ഞങ്ങൾ വൈകുന്നേരം നീക്കം ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോന്നു. ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള മാലിന്യം പുറത്തേക്ക് വന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കാടിനെയും സംരക്ഷിക്കലായി കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരലുമായി. ഗവിയിൽ നിന്ന് വള്ളക്കടവ് വഴി കുമിളിയിലെത്തി. കുമിളിയിലാണ് ഞങ്ങൾ തങ്ങുന്നത്. നാളെ വീണ്ടും കാണാം.